കത്ത് കാശ് ഉണ്ടാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നല്ല പ്ലാനിങ് വേണം അല്ലേ? അക്കാര്യത്തിൽ വിജയിച്ച വ്യക്തികളുടെ കൂട്ടത്തിൽ നമ്മുടെ നടൻ അമിതാഭ് ബച്ചനുണ്ട്. അമിതാഭ് ബച്ചന് വാടക ഇനത്തിൽ മാത്രം ലഭിക്കുന്ന വലിയ വരുമാനമാണ്. മുംബൈ അന്ധേരി വെസ്റ്റിലെ 3 നില കെട്ടിടം പ്രമുഖ ന്യൂട്രീഷൻ ബ്രാൻഡായ ട്രൂ നാറ്റീവ് F&Bക്ക് വാടകയ്ക്ക് നൽകിയതായാണ് റിപ്പോർട്ട്. ഒഷിവാരയിലെ സിഗ്നേച്ചർ കെട്ടിടത്തിലെ 3 നിലകളാണ് 5 വർഷത്തെ ലീസിന് നൽകിയിരിക്കുന്നത്. 2026 ഓഗസ്റ്റ് 15 മുതലാണ് ലീസ് ആരംഭിച്ചത്. ഏകദേശം 8428 ചതുരശ്ര അടി വിസ്തീർണമുള്ള സ്ഥലത്തിന് പ്രതിമാസം 33 ലക്ഷം രൂപയാണ് വാടക. ലീസ് കാലയളവിലെ ആകെ വാടക വരുമാനം ഏകദേശം 22 കോടി രൂപ വരും. ചതുരശ്ര അടിക്ക് ഏകദേശം 390 രൂപയാണ് വാടക നിരക്ക്. ഓരോ വർഷവും വാടകയിൽ 5% വർധനവുണ്ടാകും. കൂടാതെ 1.98 കോടി രൂപയുടെ സുരക്ഷാ നിക്ഷേപവും ട്രൂ നാറ്റീവ് നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. കെട്ടിടത്തിലെ 9 വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള പ്രത്യേക അവകാശവും ലീസ് കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപത്തിൽ ബച്ചൻ സജീവമാണ്. ഈ വർഷം മാർച്ചിൽ അയോധ്യയിൽ 2.67 ഏക്കർ ഭൂമി 25 കോടി രൂപയ്ക്ക് അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. ഹൗസ് ഓഫ് അഭിനന്ദൻ ലോധയിൽ നിന്നായിരുന്നു ഭൂമി വാങ്ങിയത്. അയോധ്യയിൽ ഇതേ ഡെവലപ്പറുമായുള്ള ബച്ചന്റെ 3ാമത്തെ നിക്ഷേപമാണിത്. മുംബൈയിലെ ലോട്ടസ് സിഗ്നേച്ചർ കെട്ടിടത്തിലെ 4 ഓഫീസ് യൂണിറ്റുകളും ബച്ചൻ നേരത്തെ വാർണർ മ്യൂസിക്കിന് ലീസിന് നൽകിയിരുന്നു. 2024 മാർച്ചിൽ ആരംഭിച്ച ലീസിൽ പ്രതിമാസം 17.3 ലക്ഷം രൂപയാണ് വാടകയായി നിശ്ചയിച്ചിരുന്നത്. 12 വാഹനങ്ങൾക്കുള്ള പ്രത്യേക പാർക്കിംഗ് സൗകര്യവും അന്ന് കരാറിൽ ഉൾപ്പെടുത്തിയിരുന്നു. 2024 പുറത്തിറങ്ങിയ രജനീകാന്ത് ചിത്രം വേട്ടയ്യൻ ആയിരുന്നു അമിതാഭ് ബച്ചന്റെ അവസാന ചിത്രം. അതേസമയം അഭിനയത്തിന് പുറമെ റിയൽ എസ്റ്റേറ്റിലെ നിക്ഷേപങ്ങളിലൂടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ ബിഗ് ബിക്ക് പ്രത്യേക കഴിവാണ്. ബോളിവുഡ് താരരാജാക്കന്മാരെ എടുത്താൽ എല്ലാ കാലവും അമിതാഭ് ബച്ചൻ 1ാം നിരയിൽ തന്നെ. എന്നാൽ സിനിമകളുടെ കാര്യത്തിൽ മാത്രമല്ല, സെലിബ്രിറ്റികളുടെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപത്തിന്റെ കാര്യത്തിലും ബച്ചനെ കടത്തിവെട്ടാനാവില്ല. മുംബൈയിൽ നിരവധി ആഡംബര ബംഗ്ലാവുകളാണ് ബച്ചൻ കുടുംബത്തിനുള്ളത്. കഴിഞ്ഞ വർഷം മകൻ അഭിഷേകുമായി ചേർന്ന് മുംബൈയിൽ 10 അപ്പാർട്ട്മെന്റുകൾ ഒറ്റയടിക്ക് വാങ്ങിയത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും ബച്ചൻ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം അവസാനിപ്പിക്കില്ല. 35 കോടി രൂപ മുടക്കി അയോധ്യയിൽ 2.67 ഏക്കർ ഭൂമി വാങ്ങിയാണ് അമിതാഭ് ബച്ചൻ റിയൽ എസ്റ്റേറ്റ് പോർട്ട്ഫോളിയോ വിപുലീകരിച്ചത്. പ്രോപ്പർട്ടി ഡെവലപ്പറായ ഹൗസ് ഓഫ് അഭിനന്ദൻ ലോധയുമായിട്ടാണ് ഈ കണക്ഷൻ. ഇക്കാര്യം കമ്പനി ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സിനിമാഭിനയം ഇല്ലാതെയായാലും തനിക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് വളരെ പണ്ട് തന്നെ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്ലാനിങ് തന്നെയാണ് പലപ്പോഴും അമിതാഭ് ബച്ചൻ തൻ്റെ മുന്നോട്ടുള്ള ആ ഒരു ഫിനാൻഷ്യൽ ലൈഫിലുള്ള പ്ലാനിങ്ങിൽ എപ്പോഴും ചെയ്യാറുള്ളത്. ഇതുപോലെ അമിതാഭ് ബച്ചൻ മാത്രമല്ല, ഒരുപാട് ചലച്ചിത്ര നടന്മാർ ഇതുപോലെ തങ്ങളുടെ ആ ഒരു വരുമാനം ബുദ്ധിപരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ മിടുക്കന്മാർ തന്നെയാണ്. ശരിക്കും ഇവരൊക്കെ ഇക്കാര്യങ്ങളിൽ നമുക്കൊക്കെ പാഠമാക്കാവുന്ന, മാതൃകയാക്കാവുന്ന വ്യക്തിത്വങ്ങളാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.